അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് 2 ടൈപ്പിലുള്ള സാൻഡ്വിച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒന്ന് നോർമൽ ബ്രെഡ് സാൻഡ്വിച്ചും രണ്ടാമത്തേത് ഷവർമൈറ്റ് സാൻഡ്വിച്ചും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതിന് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റും ഇട്ട് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചിക്കൻ നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബ്രെഡ് സാൻഡ്വിച്ചിന് ആവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാളയും ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഹാഫ് കുക്ക് ആയതിനു ശേഷം മാത്രം ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഹാഫ് കുക്കായതിനു ശേഷം അതിലേക്ക് കുറച്ച് തക്കാളിയും കുറച്ച് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ റെഡ്, യെല്ലോ, ഗ്രീൻ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാബേജ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് റെഡിയായി. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കെച്ചപ്പ് കൂടി ഇട്ടിട്ട് വേറൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്യാം. ഇനി ഇതൊരു സാൻഡ്വിച്ച് മേക്കറിൻ്റെ അകത്ത് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഷവർമൈറ്റ് സാൻഡ്വിച്ചാണ് തയ്യാറാക്കാനുള്ളത്. അതിനായിട്ട് വെജിറ്റബിൾസ് ഒന്നും സോട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, തക്കാളി, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മയോനൈസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സിൽ നിങ്ങൾക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മയോനൈസിലും നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനിലും ഒക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുബൂസ് എടുത്ത് അതിലേക്ക് കുറച്ച് മയോനൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചധികം ചീസ് വെച്ച് കൊടുക്കാം. ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം.
ഇനി ഞാനിവിടെ കുറച്ച് ചില്ലി പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു കുബൂസ് വെച്ച് കവർ ചെയ്ത് ഒരു സാൻഡ്വിച്ച് മേക്കറിൻ്റെ അകത്ത് വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.